കോതമംഗലത്തെ 23-കാരിയുടെ ആത്മഹത്യയിൽ ആൺ സുഹൃത്ത് റമീസ് കസ്റ്റഡിയിൽ. പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ, ശാരീരിക ഉപദ്രവം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി. റമീസ് സോനയെ മർദ്ദിച്ചതിന് തെളിവുകൾ പോലീസിന് കിട്ടി. ലാൽകൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നു. ലാൽ, എന്താണ് സംഭവം? ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് എന്താണ്? റമീസ് ആത്മഹത്യയിലേക്ക് സോനയെ നയിച്ചു എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. ലാൽ, ഹാഷ്മി, റമീസും സോനയും സഹപാഠികളായിരുന്നു. ആലുവ UC കോളേജിലാണ് ഇരുവരും പഠിച്ചിരുന്നത്. ബിരുദ സമയത്ത് തന്നെ ഇരുവരും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ഇഷ്ടം പരസ്പരം വീട്ടുകാരെയും അറിയിച്ചിരുന്ന കാര്യം തന്നെയാണ്. പഠനാനന്തരം വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതാണ് റഹീസും സോനയും തമ്മിൽ. പക്ഷേ ഈ കല്യാണത്തിൻ്റെ സമയത്ത് വീട്ടുകാർ ചില താല്പര്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നത് മതം മാറി മുന്നോട്ട് പോകണം എന്ന കാര്യമൊക്കെയായിരുന്നു. അതിന് സോനയും തയ്യാറായിരുന്നു. മതം മാറി തന്നെ ഒരുമിച്ച് പോകാം എന്ന തീരുമാനത്തിലായിരുന്നു. പക്ഷേ സോനയുടെ ഒരു പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്ന് പറയുന്നത് വിവാഹാനന്തരം ഇരുവരും തനിച്ച് താമസിക്കണം, റഹീസിൻ്റെ വീട്ടിൽ താമസിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടായിരുന്നു. പക്ഷേ മാതാപിതാക്കളോടൊപ്പം തന്നെ താമസിക്കണം, അങ്ങനെ മാറി നിൽക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ഈ വിഷയത്തിൽ റഹീസ് എടുത്തിരുന്നത്. സംഭവം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇരുവരും തമ്മിലുള്ള വാക്ക് തർക്കങ്ങളും പഴിചാരലുകളും എല്ലാം ഉണ്ടായിരുന്നു. സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രക്രിയ എന്ന് തന്നെയാണ് പോലീസ് അതിനെ കണക്കുകൂട്ടുന്നത്. പക്ഷേ ഇതിനുശേഷം ഇവർ തമ്മിൽ വാക്കാൽ പിരിഞ്ഞ് സോനയുടെ വീട്ടിൽ വന്നതിന് ശേഷം ഇയാളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയക്കുകയും സോനയെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ റഹീസിൻ്റെ അമ്മയുടെ ഫോണിലേക്ക് ആത്മഹത്യാ കുറിപ്പ് അയക്കുകയും ഭീഷണി അടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുകയായിരുന്നു. ആ സമയത്താണ് ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളടക്കം പറഞ്ഞിട്ടുള്ളത്. ഉടൻ തന്നെ റഹീസിൻ്റെ അമ്മ അത് സോനയുടെ അമ്മയെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങളെല്ലാം വൈകിപ്പോയിരുന്നു. സോന ആത്മഹത്യ ചെയ്യുകയും ചെയ്തിരുന്നു. ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് തന്നെ നിർബന്ധിച്ച് മതം മാറാൻ പ്രേരിപ്പിച്ചിരുന്നു എന്നുള്ളതും ഈ കാര്യങ്ങൾ പറഞ്ഞ് ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളും മാത്രമല്ല, റഹീസിന് പലപ്പോഴും മറ്റ് ചില പെൺകുട്ടികളോടുണ്ടായിരുന്ന താല്പര്യം ചോദ്യം ചെയ്തിരുന്നു. അതെല്ലാം സഹിച്ചും ക്ഷമിച്ചുമാണ് ഞാൻ കല്യാണത്തിന് തയ്യാറായിരുന്നത്. പക്ഷേ അത് ആ രീതിയിൽ എന്നോട് തിരിച്ചു കാണിക്കാൻ അവർ തയ്യാറായില്ല. അതിലേറെ മനോവിഷമമുണ്ട് എന്നുള്ളതാണ്. ഈ വിഷയങ്ങളെല്ലാം ഇത് മരണത്തിന് മുമ്പ് അയച്ചൊരു ആത്മഹത്യക്കുറിപ്പ് ആയതുകൊണ്ട് തന്നെ ഏതെല്ലാം തരത്തിലാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് കൂടി വിശദമായൊരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. മറ്റ് രീതിയിലേക്ക് കേസിൻ്റെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങൾ സമൂഹത്തിന് പല തുറകളിൽ നിന്നും ഉണ്ടാകുന്നതുകൊണ്ട് വളരെ ശ്രദ്ധയോടെയാണ് പോലീസ് ഈ വിഷയം കൈകാര്യം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ അയച്ചിരിക്കുന്ന ആത്മഹത്യാക്കുറിപ്പിൻ്റെ വസ്തുതയടക്കം പരിശോധിച്ചാണ് അന്വേഷണം പോകുന്നത്. എന്തായാലും റഹീസിനെതിരെ നിലവിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്തിട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിലാണ് ഈ യുവാവ് ഉള്ളത്. തുടർ നടപടികൾ വിശദമായ അന്വേഷണത്തിന് ശേഷമായിരിക്കും എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. ലാൽകൃഷ്ണനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ ഒരു ജീവൻ, വിലപ്പെട്ടൊരു ജീവൻ കളയാനുള്ള കാരണങ്ങളാണോ എന്ന കാര്യം അറിയില്ല. അങ്ങനെ ഏതെങ്കിലും കാരണത്തിൽ കളയേണ്ടതല്ല ഒരു ജീവൻ. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് പറയുമ്പോൾ പോലും ഒരു പ്രണയത്തിൻ്റെ പേരിൽ, അതിൻ്റെ വിവാഹത്തിൻ്റെ തർക്കത്തിൻ്റെ പേരിലൊക്കെ മനുഷ്യർ ആത്മഹത്യ ചെയ്ത് കളയുക എന്ന് പറയുന്നത് എന്തൊരു കഷ്ടമാണ്. എന്തായാലും അന്വേഷണം നടക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.